നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൊമാലിയൻ കടൽ കൊള്ളക്കാരിൽ നിന്ന് MV ലീല നോർഫോക്ക് എന്ന ചരക്ക് കപ്പലിനെ മോചിപ്പിച്ച ശേഷം ഇന്ത്യൻ നാവികസേനയുടെ INS ചെന്നൈ എന്ന അത്യാധുനിക യുദ്ധക്കപ്പൽ ചെന്നൈയിൽ തിരിച്ചെത്തി. വെള്ളിയാഴ്ചയാണ് കപ്പൽ തിരികെ ചെന്നൈയിൽ തീരമണഞ്ഞത്. ചരക്ക് കപ്പൽ റാഞ്ചാനുള്ള ശ്രമം ഇന്ത്യൻ നാവികസേന കമാൻഡോ നീക്കത്തിലൂടെയാണ് പരാജയപ്പെടുത്തിയത്. കപ്പൽ ജീവനക്കാരായ 15 ഇന്ത്യക്കാരെ അടക്കം 21 പേരെ മാർക്കോസ് സുരക്ഷിതരാക്കിയിരുന്നു. ജനുവരി 5-നാണ് കപ്പൽ റാഞ്ചാൻ സൊമാലിയൻ കടൽ കൊള്ളക്കാർ ശ്രമിച്ചത്. ആയുധധാരികളായ 6 പേർ കപ്പലിൽ നുഴഞ്ഞു കയറിയെന്ന സന്ദേശമാണ് നാവികസേനയ്ക്ക് ലഭിച്ചത്. അറേബ്യൻ തീരത്ത് പതിവ് പട്രോളിംഗിനിടെയാണ് വിവരം ലഭിച്ചതെന്ന് നാവികസേന പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ രഘു ആർ നായരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ബ്രസീലിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോവുകയായിരുന്നു കപ്പൽ. സൊമാലിയയുടെ കിഴക്കൻ തീരത്ത് നിന്ന് 460 നോട്ടിക്കൽ മൈൽ ദൂരെ വെച്ചാണ് റാഞ്ചാൻ ശ്രമിച്ചത്. INS ചെന്നൈ ഡിസ്ട്രോയർ എന്ന കപ്പലാണ് കടൽ കൊള്ളക്കാരെ തുരത്തിയത്. നാവികസേനയുടെ കൊൽക്കത്ത ക്ലാസ് യുദ്ധക്കപ്പലുകളിൽ മൂന്നാമത്തേതാണ് ചെന്നൈ നഗരത്തിന്റെ പേരിലുള്ള ഈ ആദ്യ യുദ്ധക്കപ്പൽ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് മധ്യവടക്കൻ അറബിക്കടലിലും നിരീക്ഷണം കർശനമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന. വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സേനാ വിന്യാസം കൂടുതൽ വ്യാപകമാക്കി. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ചെങ്കടൽ, ഏദൻ ഉൾക്കടൽ, മധ്യവടക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിലെ അന്താരാഷ്ട്ര കപ്പൽ പാതകളിലൂടെ സഞ്ചരിച്ച വ്യാപാര കപ്പലുകൾ സുരക്ഷാ ഭീഷണി റിപ്പോർട്ട് ചെയ്തിരുന്നു. യമനിൽ നിന്നുള്ള ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ. ഇന്ത്യൻ തീരത്ത് നിന്ന് ഏകദേശം 700 നോട്ടിക്കൽ മൈൽ അകലെ MV റൂവിന് നേരെ നടന്ന കടൽ കൊള്ള സംഭവം ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്ന് ഏകദേശം 220 നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറായി MV ചെംപ്ലൂട്ടോയിൽ അടുത്തിടെ നടന്ന ഡ്രോൺ ആക്രമണവും കണക്കിലെടുത്താണ് പുതിയ നീക്കം. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന് സമീപത്താണ് ഈ 2 സംഭവങ്ങളും. ഇതോടെ സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും എന്തെങ്കിലും അപകടമുണ്ടായാൽ വ്യാപാര കപ്പലുകളെ സഹായിക്കുന്നതിനും ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും അടങ്ങുന്ന ടാസ്ക് ഗ്രൂപ്പുകളെ ഇന്ത്യൻ നാവികസേന വിന്യസിച്ചിട്ടുണ്ട്. ദീർഘദൂര മാരിടൈം പട്രോൾ എയർക്രാഫ്റ്റ്, റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം എന്നിവയുടെ ആകാശ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കി. ഈ ഇസഡിന്റെ ഫലപ്രദമായ നിരീക്ഷണത്തിനായി ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുമായി നടപടികൾ ഏകോപിപ്പിക്കുന്നുണ്ട്. പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന യുദ്ധക്കപ്പലുകളിലെ ക്യാപ്റ്റന്മാർക്കും ശക്തമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അടിയന്തര ഘട്ടത്തിൽ അനുമതി ആവശ്യമില്ലാതെ ശത്രു കപ്പലുകളും മറ്റും ആക്രമിക്കാം. കൂടാതെ സ്വയം പ്രതിരോധത്തിനും ആവശ്യമെങ്കിൽ ലക്ഷ്യം വെച്ചേക്കാവുന്ന പ്രദേശത്തെ മർച്ചന്റ് ഷിപ്പിംഗിനെ സംരക്ഷിക്കുന്നതിനും ശക്തിയേറിയ മിസൈൽ തൊടുത്ത് ശത്രുവിനെ ഇല്ലാതാക്കാം. എല്ലാ അനുമതിയും മുൻകൂർ നൽകി കഴിഞ്ഞു. ഹൂതി വിമതർ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള US പതാകയുള്ള കപ്പലുകൾക്കോ നേരെ ഡസൻ കണക്കിന് ആക്രമണങ്ങൾ നടത്തി. ഇവിടെയെല്ലാം ഏറ്റവും വലിയ രക്ഷകർ ഇന്ത്യൻ നേവിയായിരുന്നു. ഇന്ത്യ എല്ലാ രാജ്യങ്ങളുടെയും ചരക്കുകളും കപ്പലുകളും സംരക്ഷിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ന്യൂ മംഗലാപുരം തുറമുഖത്തേക്ക് പോകുന്ന മൺട്രോവിയയിൽ രജിസ്റ്റർ ചെയ്ത MV ചെംപ്ലൂട്ട എന്ന ടാങ്കർ 2 മർച്ചന്റ് കപ്പലുകൾ ഡ്രോണുകൾ ആക്രമിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ നേവി ചെങ്കടലിൽ വൻ പടയൊരുക്കം നടത്തിയത്.